കാദിയാനിൽ പോകുക എന്നുള്ളത് എൻ്റെ കാദിയാനിസം പഠിച്ച അന്ന് പ്രത്യേകിച്ച് ഈ ബഹസ്തി മക്ബറ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ബഹസ്തി മക്ബറ എന്ന് പറഞ്ഞാൽ കാദിയാനികളെ നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി മറയുന്ന, പലയിടത്തുനിന്നും കൊണ്ടുപോയി മറയുന്ന സ്ഥലം വിശുദ്ധ മക്ബറ. കാദിയാനിൽ പോയപ്പോൾ അവർ വമ്പിച്ച സ്വീകരണം ഞങ്ങൾക്ക് നൽകി. കാരണം ഞങ്ങൾ കേരളത്തിൽ നിന്ന് കാദിയാനി പോയ വിവരം പറയുമ്പോൾ അവിടെ നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടായെന്ന് ഒരിക്കലും ഇവിടെ പറയാതിരിക്കണം എന്നൊരു സ്വദേശത്തോടു കൂടിയായിരിക്കും ചെയ്തത്. ശങ്കർപൂർ എന്ന് പറഞ്ഞ മുർഷിദാബാദിലെ ഗ്രാമമാണ്. അവിടെ വന്ന് നോക്കുമ്പോൾ അവരുടെ പള്ളി ഇതൊക്കെ കണ്ടു. അപ്പോൾ നമ്മളെ ഈ ആൾക്ക് പ്രവർത്തകർക്ക് പ്രത്യേകത ഉള്ളത് ഇവരൊക്കെയായിട്ട് നല്ല ബന്ധമാണ്, ആരെയും ഊരുവലക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ അവരെന്താ ചെയ്താൽ ദാരിദ്ര്യം ചൂഷണം ചെയ്യായിരുന്നു അവർ. ഞാൻ പറഞ്ഞു 3000-3500 റുപ്യക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് സ്വർഗ്ഗമാണ് എന്നും പറഞ്ഞിട്ടൊക്കെ തന്നെ ഞാനതിനെ വളരെ വൈകാരികമായിട്ട് തന്നെ അവരോട് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ കാദിയാൻ സന്ദർശിക്കാനുള്ള ഒരു ഗ്രൂപ്പായിട്ടൊരു ടൂറൊക്കെ നടത്തിയിരുന്നല്ലോ? അതെ, എല്ലാവരും ഉണ്ട്. 86-ലാണ്. അതൊക്കെ ഈ ഒരു സമയത്തിൻ്റെ തന്നെ ഒരു അതെ ഈ ആരൊക്കെ ഉണ്ടായിരുന്നത് അതിൽ? അതിൽ ഞങ്ങൾ 6 പേരുണ്ട്. ഞാൻ കാക്കരി, ഞങ്ങൾ സലാം, പിന്നെ ഇബ്രാഹിം അലവി, പിന്നെ ആരായിരുന്നു KCC അൻസാരി. എന്തായാലും അങ്ങനെ അവിടെ നേരിട്ട് പോയി നിങ്ങൾക്ക് അവിടെ കാദിയാൻ സന്ദർശിച്ചു, കണ്ടു. എന്തായിരുന്നു അന്നത്തെ ആദ്യം ഇത് കണ്ടപ്പോൾ ഉണ്ടായിരുന്നൊരു എക്സ്പീരിയൻസ്? അതിൽ പിന്നെ കാദിയാനിൽ പോകുക എന്നുള്ളത് എൻ്റെ കാദിയാനിസം പഠിച്ച അന്ന് പ്രത്യേകിച്ച് ഈ ബഹസ്തി മക്ബറ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ബഹസ്തി മക്ബറ എന്ന് പറഞ്ഞാൽ കാദിയാനികളെ നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി മറയുന്ന, പലയിടത്തുനിന്നും കൊണ്ടുപോയി മറയുന്ന വിശുദ്ധ മക്ബറയാണ്. വിശുദ്ധ മക്ബറ, സ്വർഗീയ ശ്മശാനം എന്നതിൻ്റെ അർത്ഥം. ബഹസ്ത് എന്ന സ്വർഗ്ഗം. അപ്പോൾ അത് കാണണം. പിന്നെ ഇവരുടെ ആസ്ഥാനമല്ലേ. കാദിയാനിൽ പോയപ്പോൾ അവർ വമ്പിച്ച സ്വീകരണം ഞങ്ങൾക്ക് നൽകി. കാരണം ഞങ്ങൾ കേരളത്തിൽ നിന്ന് കാദിയാനി പോയ വിവരം പറയുമ്പോൾ അവിടെ നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടായെന്ന് ഒരിക്കലും ഇവിടെ പറയാതിരിക്കണം എന്നൊരു സ്വദേശത്തോടു കൂടിയായിരിക്കും ചെയ്തത്. നല്ല രീതിയിലുള്ള സ്വീകരണമായിരുന്നു. എല്ലാം കൊണ്ടുപോയി കാണിച്ചു തന്നു, എല്ലാം പറഞ്ഞു തന്നു. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ സാഗൂതം ശ്രദ്ധിച്ചു. പിന്നെ മക്ബറയിലാണെങ്കിൽ അവിടെ മിർസ സാഹിബിൻ്റെയും 1-ാം ഖലീഫയുടെയും ഖബർ, അത് ഒരു പ്രത്യേക ഒരു ഗ്രില്ല് വെച്ചതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ ക്യാമറയൊക്കെ ഉപയോഗിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇങ്ങനെ ആ മക്ബറയിൽ തന്നെ ഒരുപാട് ഖബറുകൾ ഇങ്ങനെ അടുത്തടുത്തായിട്ടുണ്ട്. പിന്നെ മയ്യത്ത് കിട്ടാത്തവരുടെ ഈ മീസാൻ കല്ലുകളിൽ കൊത്തിവെച്ചത് അത് കണ്ടു. പിന്നെ അവരുടെ ബൈത്തുൽ ഫിക്ർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അദ്ദേഹത്തിന് ഇൽഹാമൊക്കെ ഉണ്ടാകുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം, അത് കണ്ടു. പിന്നെ കാദിയാനിൽ ഇദ്ദേഹത്തിൻ്റെ ജനിച്ച വീട്, പിന്നെ പള്ളികൾ, അന്നത്തെ പള്ളികൾ, പിന്നെ മിനാറത്തുൽ മസ്ജിദ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പിൽക്കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മിനാറത്തുണ്ട്, മസ്ജിദിൻ്റെ ഗോപുരം. അവിടെയാണ് ഈസാ നബി ഇറങ്ങുന്നിടത്തൊരു ഗോപുരം ഉണ്ടല്ലോ, ഒരു മിനാറത്തുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഭാഗങ്ങളൊക്കെ പറഞ്ഞു. ഒരു ഭാഗം കൂട്ടത്തിൽ വ്യക്തിപരമാണ്, അതായത് അതിന് 86 നിങ്ങൾ ഡൽഹിയിൽ പോകുന്നു. പിന്നീട് പിൽക്കാലത്ത് 2000-ന് ശേഷം, പ്രത്യേകിച്ച് അധ്യാപകൻ എന്ന ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഒരുപാട് ഡൽഹിയിൽ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പെടുന്നു. പിന്നീട് അതിന് ശേഷം നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ വെസ്റ്റ് ബംഗാളിലേക്ക് മാറുന്നുണ്ട്. അവിടെയുള്ള ഒരു ഏരിയ തന്നെ ഏറ്റെടുത്ത് അവിടെ സ്കൂൾ സ്ഥാപിച്ച് അതായത് കേവലം കാദിയാനി വിരുദ്ധ പ്രസ്ഥാനവും അതിൻ്റെ ഒരു വൈജ്ഞാനിക ഉറവിടമായി മാറുക എന്നതിനപ്പുറത്തേക്ക് ഒരു സോഷ്യൽ വർക്കിൻ്റെ ഒരു മേഖലയും കൂടി PB അബ്ദുറഹ്മാൻ സാഹിബിനുണ്ട്. പ്രത്യേകിച്ച് ആർക്കും അത്ര അറിയാത്തൊരു ഏരിയയാണെന്ന് തോന്നുന്നു. ഒരു വലിയൊരു പ്രസ്ഥാനമായി ഇപ്പോൾ അത് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ടും താങ്കളുടെ ഒരു ബയോഗ്രഫി ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു ഭാഗവും കൂടി പറയണമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് പിന്നെ ഈ ഡൽഹിയിലെ ജീവിതവും തുടർന്ന് ഇങ്ങനൊരു സാമൂഹിക മേഖലയിലേക്ക് എത്തുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന എക്സ്പീരിയൻസും ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞിട്ട് നമുക്ക് ഇതും കാദിയാനിസമായിട്ട് ചെറിയ കണക്ഷൻ ഉണ്ട്. ഇത് 2003 നമ്മളൊരു സുഹൃത്ത്, ആസാമി സുഹൃത്ത്, ഡൽഹിയിൽ നിന്ന് കറാച്ചി പോയി വിമാനം മാറി അവിടെ നിന്ന് റിയാദിലേക്ക് കയറുമ്പോൾ ആ വിമാനത്തിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി വിട്ടത്
ഖുർആൻ്റെ ചരിത്രഭൂമിയിലൂടെ എന്നുള്ളതിൻ്റെ ഉറുദു ആണ്. അത് കേരളത്തിലെ പ്രൊഫസർ കമാൽ പാഷയൊക്കെ ഉണ്ടാക്കിയ റസലുല്ലമ ഉണ്ടായി. ഒരു കാലത്ത് അതെ ദർശിപ്പിച്ച് വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അതെ അതെ അത് ഉറുദുവിലാക്കിയത് ഞാനും എൻ്റെ സുഹൃത്തുക്കളുമാണ്. അപ്പോൾ എൻ്റെ പേരൊക്കെ അതിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ പേര് കാണുന്നുണ്ട്, അത് കാണിച്ചു. അതിന് അവിടെ എത്തുമ്പോഴേക്ക് ഇയാളിത് കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നി പിന്നെ ഇതിനെക്കുറിച്ചൊന്നുകൂടി ആഴത്തിൽ പഠിക്കണം. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, ഈ വീട്ടുകാരന് ഒരു 4-5 പ്രാവശ്യമെങ്കിലും ഉംറക്കൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അയാളിങ്ങനെ ഉംറക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഇതിൽ ചരിത്രഭൂമിയില്ല. ഇത് അവിടെ പോയപ്പോൾ അയാൾ ആ കാസറ്റ് വാങ്ങി അയാളെ സ്വകാര്യ റൂമിൽ അയാളതിങ്ങനെ പ്ലേ ചെയ്യും. അതിൽ ഓരോ സ്ഥലം കാണാം. സൗദിയിലെ പല സ്ഥലങ്ങളിലേക്കും ഇവൻ്റെ നിർദ്ദേശം കേട്ട് ഇയാൾ പോയി. അങ്ങനെ ഉംറക്ക് പോയപ്പോൾ അവിടുന്ന് സംസം കിണർ കണ്ടു. ഈ കാസറ്റ് ആദ്യം ഈ ബംഗാളി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ അയാൾ നല്ല കഴിവുള്ള ആളാണ്. ഇപ്പോൾ ഒരു 16 ഭാഷയെങ്കിലും അയാൾ ടൈപ്പിങ്ങൊക്കെ നടത്തും, അറബിയൊക്കെ ഭംഗിയായിട്ട്. അവസാനം മദീനയിൽ ഖുർആൻ പ്രസ്സിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അതൊക്കെ അതിൻ്റെ ശേഷം ഉണ്ടായ വിശേഷങ്ങൾ. അപ്പോൾ അന്ന് അദ്ദേഹം അതിൻ്റെ പ്രകാശനത്തിന് വേണ്ടി എന്നെ വിളിച്ചു. സ്വാഗതപ്രസംഗത്ത് പറയുന്നത് എന്നെപ്പറ്റി അങ്ങ് പൊക്കി പറഞ്ഞു, നമ്മളെ പുസ്തകങ്ങളെ പറ്റിയൊക്കെ. അപ്പോൾ അവിടുത്തെ ഓഫീസിൽ സെക്രട്ടറി ഉണ്ട്, അബ്ദുൽ അസീസ് സാഹിബ്. അദ്ദേഹം എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഖാദിയാനിസത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ നാട്ടിൽ 8-9 കുടുംബങ്ങൾ പൂർണ്ണമായും ഖാദിയാനി സ്വീകരിക്കുകയും അവിടെ ഒരു ഷെഡ് കെട്ടി അതിൽ നമസ്കാരമൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ചെയ്തതാണ്. അങ്ങനെ ഞാൻ പോന്നു. പറഞ്ഞ് ഞങ്ങളെന്ത് ഇസ്ലാമിക ലോ ബോർഡിൻ്റെ മെമ്പർ എന്ന് പറഞ്ഞല്ലേ ഡോക്ടർ റയീസുദ്ദീൻ സാഹിബ്, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി അമീറുമായിരുന്നു അവിടെ. അന്നെല്ലാം തോന്നുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തോട് ഞങ്ങൾ കൂടി ആലോചിച്ചപ്പോൾ പറഞ്ഞ് അവിടെ ദീനി വിജ്ഞാനത്തിൻ്റെ കുറവാണ്. അപ്പോൾ അന്ന് തന്നെ അവിടെ ദീനി വിജ്ഞാനം ഉണ്ടാക്കാൻ വേണ്ടി ഓരോ പള്ളിയിലും മദ്രസകൾ സ്ഥാപിക്കാൻ വേണ്ടി അതിന് സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടി ഞാനും സഹായിച്ചു. ഞാൻ അവിടെ കേരളത്തിൽ വന്നിട്ട് ആദ്യം വിചാരിച്ച് ഷായത്തിന് ഉപയോഗിച്ചിട്ട് ചെയ്യാം, 5 മണി ഷായത്തിന് ഉപയോഗിച്ച് ചെയ്യാൻ. പക്ഷേ എവിടെ തന്നെ മറ്റുള്ളവർ എന്നെ സഹായിച്ചു. അങ്ങനെ അവർക്ക് 4 അധ്യാപകർക്കും ഒരു ബംഗാളി പഠിപ്പിക്കാൻ വേണ്ടി ഒരു അധ്യാപകനും, അവർക്ക് മാസത്തിൽ ഉള്ളൊരു സംഖ്യ 300-350 ഉറുപ്പ്യാണ്. അത് സംഘടിപ്പിച്ച് കൊടുത്തു. അവർക്ക് ഒരു കൊല്ലത്തോളം അത് കൊണ്ടുപോയി. അവർ 5-8 മാസം കഴിഞ്ഞപ്പം ഈ ഇക്ബാൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനിത് ആസാമീസ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതും എന്നോട് പറഞ്ഞു. അങ്ങനെ അത് പോയി. അപ്പോൾ ആ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഈ ഗ്രാമത്തിൽ വന്നു. ശങ്കർപൂർ എന്ന് പറഞ്ഞ മുർഷിദാബാദിലെ ഗ്രാമമാണ്. അവിടെ വന്ന് നോക്കുമ്പം അവരുടെ പള്ളി ഇതൊക്കെ കണ്ടു. അപ്പോൾ നമ്മളെ ഈ ആൾക്ക് പ്രവർത്തകർക്ക് പ്രത്യേകത ഉള്ളത് ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്, ആരെയും ഊരുവലക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ ഇവരെല്ലാവരും കൂടി വിളിച്ചു വരുത്തി, ആണുങ്ങളെയും പെണ്ണുങ്ങളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഞാനൊരു കാര്യം വിശദമായിട്ട് സംസാരിച്ചു. ആ സംസാരം ഇയാൾ ബംഗാളിയിലേക്കാക്കി. കാരണം ഇവർക്കൊന്നും ഉറുദു അങ്ങനെ അറിയില്ല. ബംഗാളിയിലേക്കാക്കി. ഞാൻ പിന്നെ അന്ന് അൽ വസിയത്ത് എന്നൊരു പുസ്തകം, അതുപോലെ ചെറിയ പുസ്തകങ്ങൾ എൻ്റെ ബാഗിൽ വെച്ചിരുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അവിടെ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഈ പുസ്തകങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പം അവർ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അവർക്ക് എന്തായിരുന്നു നേട്ടം ചോദിച്ചാൽ 3000 മുതൽ 3500 റുപ്യ വരെ വിലയുള്ള സൈക്കിൾ റിക്ഷകളാണ് ഇവർ വാങ്ങിക്കൊടുത്ത് 6 പേർക്ക്. അഹമ്മദിയ ജമാഅത്തുകാർ വാങ്ങിക്കൊടുത്തു. പിന്നെ 2 കുടുംബത്തിന് അവർ വീടുണ്ടാക്കി കൊടുത്ത്. വീട് എന്ന് പറഞ്ഞാൽ അന്ന് ഒരു 5,000-6,000 റുപ്യക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഷീറ്റിട്ട ഒരു വീട്. അപ്പോൾ ഇവർ അന്ന് ഈ സൈക്കിൾ റിക്ഷ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവരോട് പറഞ്ഞ് ഇത് നിങ്ങൾ എടുത്തോളി. പിറ്റേ ആഴ്ച വെള്ളിയാഴ്ച ഒരു കുത്തുബക്ക് വന്നപ്പോൾ ഇത് നിങ്ങൾ കൊണ്ടുപോയിക്കോളി, ഇനി ഇവിടെ കുത്തുബ നിങ്ങൾ ഓതണ്ട, ഞങ്ങൾ മറ്റേ പള്ളി പോവാണെന്ന് പറഞ്ഞിങ്ങോട്ട് മാറിപ്പോന്നു. എത്ര ഫാമിലി? 8 ഫാമിലി. 8 ഫാമിലിയും തിരിച്ചു പോകുന്നു. അങ്ങനെ ഒരു നല്ലൊരു വിജയമായിരുന്നു ആ ദൗത്യം. അപ്പോൾ അവിടെ അവരെന്താ ചെയ്താൽ ദാരിദ്ര്യം ചൂഷണം ചെയ്യായിരുന്നു അവർ. ഞാൻ പറഞ്ഞു 3000-3500 റുപ്യക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് സ്വർഗ്ഗമാണ് എന്നും പറഞ്ഞിട്ടൊക്കെ തന്നെ ഞാനതിനെ വളരെ വൈകാരികമായിട്ട് തന്നെ അവരോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ അവിടെ പല സ്ഥലങ്ങളിലും ഇവർ എന്നെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു തന്നു.
അപ്പോൾ ഈ നേരത്തെ ഉണ്ടാക്കിയ ആ മദ്രസകളിൽ ഒരു സ്ഥലത്ത് 80 കുട്ടികളുണ്ട്, 82 കുട്ടികൾ, ഒരു സ്ഥലത്ത് 54 കുട്ടികളുണ്ട്. അപ്പോൾ ഇത്രയും കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. ഇവരൊന്നും ഒരു സ്കൂളിലും പോകുന്നില്ല. ഞാൻ പിന്നെ നോക്കുമ്പോൾ ഒരു LP സ്കൂളുകളിലും അവിടെ ജനസംഖ്യയാണെങ്കിൽ 17,000. പിന്നെ ഒരു മദ്രസ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഒരു യാത്രാവിവരണമായിട്ട് കണ്ടശായിട്ട് ആ കാര്യം ഇവിടെ പ്രബോധനത്തിൽ പ്രസിദ്ധീകരിച്ചു 6 ലക്കങ്ങളിൽ. അത് വായിച്ചിട്ട് ചില ആളുകൾ എന്നോട് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നൊക്കെ വിളിച്ച് ചോദിച്ചു. അതിൽപ്പെട്ട ഒരു വ്യക്തി, ആളുടെ പേര് അലി മുഹമ്മദാണ്, പട്ടാമ്പിക്കാരൻ. അദ്ദേഹം ഞാൻ അതിന് മുമ്പ് കണ്ടില്ല. അദ്ദേഹത്തിനോട് പറഞ്ഞു ഞങ്ങൾ ഇനി പോകുമ്പോൾ ഞാനും വരാം, ഞാൻ ഇന്ന സമയത്ത് അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രത്യേകമായിട്ട് ഇനി പോകേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ വരുന്നത് നമുക്ക് പോകാമെന്ന് തന്നെ. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ കാണുന്നത് എയർപോർട്ടിലാണ് പരിചയപ്പെടുന്നത്, നേരിട്ട് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ അദ്ദേഹത്തിന് തോന്നി അവിടെ ഒരു സ്കൂൾ തുടങ്ങിയാലെന്താ. അങ്ങനെ 2004 അവിടെ 3 ക്ലാസ്സുകൾ, KG ക്ലാസ്സുകൾ 2, പിന്നെ ഒരു 1-ാം ക്ലാസ്സും. 1-ാം ക്ലാസ്സിലൊക്കെ ചേർന്ന് കുട്ടികൾ 14 വയസ്സ് 15 വയസ്സൊക്കെ ഉണ്ട്. പിന്നെ നല്ല ഒരു 100-300 കുട്ടികളൊക്കെ തന്നെ ചേർന്നു. പിന്നെ അതിങ്ങനെ തുടർന്ന് വരുന്നു. ഇപ്പോൾ മറ്റേ 10-ാം ക്ലാസ് വരെ. 10-ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കുറച്ച് ദൂരെയാണെങ്കിലും അവർ പഠിക്കുന്നുണ്ട്. എത്രത്തോളം പറഞ്ഞാൽ MBBS പഠിക്കുന്ന കുട്ടികളുണ്ട് അതിൽ.